പ്രിയ സഹപ്രവർത്തകരെ, ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സബ് സെൻറ്റർ ടീമിൽപ്പെട്ട MLSPയെ എങ്ങനെ HMS പോർട്ടലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. JPHമാരും മറ്റുള്ള സ്റ്റാഫിനെയൊക്കെ eHealthന്റെ HMS പോർട്ടലിലേക്ക് കൊണ്ടുവരുന്നത് സ്പാർക്കിലെ ഡാറ്റ വെച്ചാണ്. പക്ഷെ ഇവരെ ടെമ്പററി സ്റ്റാഫ് ആയതിനാൽ MLSPയെ യൂസർ ക്രിയേഷൻ നടത്തേണ്ട റൈറ്റ് ഉള്ളത് അതാത് സ്ഥാപനത്തിലെ PH അഡ്മിനാണ്. PH അഡ്മിന്മാരാണ് MLSPമാരെ HMS പോർട്ടലിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഒരു PH അഡ്മിൻ ലോഗിൻ ചെയ്ത് കയറുന്നു. MLSPയെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് HRMSൽ പോകുന്നു. HRMSൽ HR മാസ്റ്ററിൽ എംപ്ലോയി ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുള്ള PH അഡ്മിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അത് നിങ്ങൾ ഈ MLSPയെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. MLSPയെ ജോയിൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി എംപ്ലോയി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും മുകളിലുള്ള ഫീൽഡിലുള്ള ആ എംപ്ലോയിയെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡാറ്റാസാണ് താഴെ വരിക. ഇവിടെ എംപ്ലോയി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് പെർമനൻ്റ് ആണോ എംപ്ലോയി ആണോ എന്നുള്ളത് ഇവിടെ ടെമ്പററി എംപ്ലോയി ഡിഫോൾട്ടായിട്ടുണ്ടാകും. ജില്ല ഇവിടെ ഡിഫോൾട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫോൾട്ടാണ്, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ അവിടെ കാണും. JHനെയും JPHനെയും മാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതും ട്രാൻസ്ഫറും ഒക്കെ ചെയ്യുന്നത് അവരുടെ ബേസിക് ഹെൽത്ത് സെക്ഷനിലും ഫാമിലി വെൽഫെയർ സെൻറ്ററിലുമാണെങ്കിലും MLSPയെ നേരിട്ട് PH അഡ്മിൻ ലോഗിൻ ചെയ്യുന്നത്, അവരെ മാപ്പ് ചെയ്യുന്നത് നേരെ മദർ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഒന്നുകിൽ FHSC അല്ലെങ്കിൽ PHSC CHC എവിടെയാണോ അവിടെയാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ 10 എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ ടെമ്പററി എംപ്ലോയി നമ്പറാണ്. നമുക്കൊക്കെ പെൻ ഉള്ളതുപോലെ ഇത് 10 ആണ് വരുന്നത്. ഇത് ഒന്നും ചെയ്യേണ്ടതില്ല. ഇവരെ ഇതിൻ്റെ അവസാനമായി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 10 അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. UHID കൊടുക്കേണ്ടതില്ല, മാൻഡറ്ററി ഫീൽഡല്ല. സർവീസ് ടൈപ്പ് ഇവിടെ കോൺട്രാക്ട് ഉണ്ട്. അത് ഒരു കോൺട്രാക്ട് സ്റ്റാഫ് ആയതുകൊണ്ട് കോൺട്രാക്ട് തന്നെ സെലക്ട് ചെയ്യാം. ഡെസിഗ്നേഷൻ ശ്രദ്ധിക്കുക. ഡെസിഗ്നേഷൻ കൊടുക്കേണ്ടത് സ്റ്റാഫ് നേഴ്സ് എന്നാണ് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് സ്റ്റാഫ് നേഴ്സ്, നേഴ്സിംഗ് ഓഫീസർ ഇല്ല, സ്റ്റാഫ് നേഴ്സ് എന്ന് കൊടുക്കുക. ഡെസിഗ്നേഷൻ സ്റ്റാഫ് നേഴ്സ്. ഡെസിഗ്നേഷൻ സ്റ്റാഫ് നേഴ്സ് കൊടുക്കുന്നു. ടൈറ്റിൽ നമ്മളൊന്നും കൊടുക്കേണ്ടതില്ല. എംപ്ലോയിയുടെ പേര് ശ്രദ്ധിക്കുക. എംപ്ലോയിയുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ റെക്കോർഡിക്കലായിട്ടുള്ള അവരുടെ SLC ബുക്കോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫുൾ നെയിം തന്നെ കൊടുക്കണം. എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇനീഷ്യല് രണ്ട് ക്യാരക്ടർ ആണെങ്കിൽ സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ ഓഫീസിൽ തന്നെ ഒരു MLSP ഞാനിവിടെ യൂസർ ക്രിയേഷൻ നടത്തുകയാണ്. അടുത്ത കാറ്റഗറി ചോദിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാഫ് നേഴ്സാണ് ഡെസിഗ്നേഷൻ കൊടുത്തെങ്കിൽ കാറ്റഗറി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തന്നെ കൊടുക്കണം. കാറ്റഗറി യാതൊരു മാറ്റവുമില്ല. കാറ്റഗറി പബ്ലിക് ഹെൽത്ത് അല്ല കൊടുക്കേണ്ടത്. JHക്കും JPHനും പബ്ലിക് ഹെൽത്ത് ആണെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് കൊടുക്കാം. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ പ്രാധാന്യം കാറ്റഗറിക്കാണ്. ഇതിലേത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ പബ്ലിക് ഹെൽത്ത് കൊടുക്കുകയാണ്. എംപ്ലോയി സ്റ്റാറ്റസ് മാൻഡേറ്ററി ഫീൽഡല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഫീൽഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കലണ്ടർ എടുത്ത് കൃത്യമായിട്ട് മാറാതെ കൊടുക്കുക. നമ്മൾ ആ കലണ്ടർ എടുത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ നോക്കുക കറക്റ്റ് ആണോ എന്ന്. പാൻ നമ്പർ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. റിലീജിയൻ വേണ്ടതില്ല. സോഷ്യൽ കാറ്റഗറി വേണ്ട. അടുത്തത് ജോയിനിങ് ഡേറ്റ്. ജോയിനിങ് ഡേറ്റ് ഒന്നുകിൽ അവർ ലാസ്റ്റ് കോൺട്രാക്ട് പുതുക്കി വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഡേറ്റ് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഡേറ്റ് മാറ്റൊന്നുമില്ല. അത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ താഴെ എംപ്ലോയി പേഴ്സണൽ ഡീറ്റെയിൽസിൽ പോവുക. അതും കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ ജെൻഡർ കൊടുക്കണം. ജെൻഡർ കൊടുക്കുന്നത് കൂടാതെ ഫോൺ നമ്പർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോൺ നമ്പർ ഒരാളെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ
രണ്ടാമത് ഫോൺ നമ്പർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും കൂടെ കൊടുത്തതിന് ശേഷം എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. ടെമ്പററി വന്നിട്ടുണ്ട്, ഡിസ്ട്രിക്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം വന്നിട്ടുണ്ട്, ഡെസിഗ്നേഷൻ സ്റ്റാഫ് നേഴ്സ് വന്നിട്ടുണ്ട്, പേര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്പെല്ലിംഗ് തെറ്റാതെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കാറ്റഗറി നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ നോക്കുക. ജോയിനിങ് ഡേറ്റ് കുഴപ്പമില്ല, പക്ഷേ വാലിഡിറ്റി ഉണ്ടാവണം. ജോയിനിങ് ഡേറ്റ് കൊടുത്താൽ അവർക്ക് 6 മാസത്തേക്ക് കിട്ടും. 6 മാസം വാലിഡിറ്റി പീരീഡ് ഇതിൻ്റെ ലോഗിനിൽ കിട്ടും. പിന്നെ എംപ്ലോയി പേഴ്സണൽ ഡീറ്റെയിൽസിൽ പോയി ജെൻഡർ സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് നമ്പർ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക. ഏറ്റവും താഴെ പോയി ആഡ് ചെയ്യുക. നോക്കൂ, അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ 10 നമ്പർ ടെമ്പററി എംപ്ലോയി നമ്പർ വന്നിരിക്കുന്നു. ഈ ടെമ്പററി എംപ്ലോയി നമ്പർ ആണ് നമ്മുടെ പെൻ നമ്പറിന് പകരം അവർക്കുള്ള നമ്പറാണ് ടെമ്പററി എംപ്ലോയി നമ്പർ T017237 വന്നിരിക്കുന്നു. ഇത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ 10 നമ്പരും അവരുടെ ഫോൺ നമ്പറും അവരുടെ പേരും ഡിസ്ട്രിക്ട് അഡ്മിന് അയച്ചു കൊടുത്ത് ഡിസ്ട്രിക്ട് അഡ്മിൻ ഇത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സബ് സെൻറ്ററിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇവരെ മാപ്പ് ചെയ്തിരിക്കുന്നത് PHC-യിലേക്കാണ്, അല്ലെങ്കിൽ CHC-യിലേക്കാണ്, അല്ലെങ്കിൽ FHC-യിലേക്കാണ്. ഈ 10 നമ്പർ അവരുടെ ഫോൺ നമ്പർ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ അവരുടെ പേര് കൂടെ കൊടുത്ത് ഡിസ്ട്രിക്ട് അഡ്മിന് നിങ്ങളുടെ ബ്ലോക്ക് മാസ്റ്റർ ട്രെയിനർമാർ വഴി നിങ്ങളുടെ സ്ഥാപനത്തിലെ എല്ലാവരുടെയും ഒറ്റയടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് അഡ്മിൻ അത് അപ്രൂവ് ചെയ്ത് തരും. ചില സ്റ്റാഫിൻ്റെയൊക്കെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കും. അങ്ങനെയുള്ളവരുടെ പേരും ഫോൺ നമ്പറും മാത്രം ഡിസ്ട്രിക്ട് അഡ്മിന് കൈമാറിയാൽ മതിയാവും. അവരുടെ 10 നമ്പർ ഓൾറെഡി എക്സിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾക്ക് അവിടെ മാപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.